നമ്മുടെ ഇടുക്കിയിൽ വന്ന ഒരു കുട്ടി ഏകദേശം ഒരു 4 വയസ്സ് മാത്രം പ്രായമേ ഉള്ളൂ. അവൻ സ്കൂളിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കിൻഡർ ഗാർഡൻ സ്കൂളുകളിൽ ക്ലാസ്സിൽ പോകുന്നുണ്ട്. അപ്പം ഇവൻ്റെ ഒരു പരിപാടി എന്ന് വെച്ചാൽ മറ്റു കുട്ടികളെ ഉപദ്രവിക്കുക. അപ്പം മറ്റു കുട്ടികളെ ഉപദ്രവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ബ്രൂട്ടലായിട്ടാണ് അവൻ ഉപദ്രവിക്കുന്നത്. അപ്പോൾ ഒന്ന് തല്ലിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭിത്തിയിലേക്കൊക്കെ കയറ്റി നിർത്തി അടിക്കുന്നു, ഇടിക്കുന്നു. അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ടീച്ചേഴ്സ് പറഞ്ഞു ഇത് പ്രശ്നമാണ്. അപ്പം മറ്റുള്ള കുട്ടികളെ ഉപദ്രവിക്കുക, അവർ കരയുന്നത് കണ്ടുകൊണ്ട് നിൽക്കുക, ഇങ്ങനത്തെ ഒരു കുറച്ച് സ്വഭാവ വൈകല്യങ്ങൾ ഇവനിൽ കാണുന്നുണ്ട്. അപ്പം നമ്മുടെ ഇടയ്ക്ക് കൊണ്ടുവന്നു കുഞ്ഞിനെ നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള അവൻ്റെ കാര്യങ്ങൾ ബിഹേവിയർ നമ്മൾ അനലൈസ് ചെയ്തു. അതോടൊപ്പം തന്നെ മാതാപിതാക്കളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, കുടുംബത്തിൻ്റെ ഒരു സ്ഥിതി കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇവൻ കൂടുതലും ഈ കാർട്ടൂൺ ഗെയിം കാര്യങ്ങളാണ് കാണുന്നത്. അപ്പം അവിടെ കാണുന്ന കാര്യങ്ങൾ, വീഡിയോയിലൊക്കെ കാണുന്ന ഒരു കാര്യങ്ങൾ ഇവനെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ പരീക്ഷിക്കാനായിട്ട് വേറെ ആരും ഇല്ല. ഈ പരീക്ഷണം മൊത്തം നടത്തുന്നത് സ്കൂളുകളിലാണ്. അപ്പോൾ അവന് നമ്മൾ പറഞ്ഞു കൊടുത്തൊരു കാര്യം, അച്ഛനും അമ്മയും കുറച്ചുകൂടി സമയം അവൻ്റെ കൂടെ ചിലവഴിക്കാൻ നോക്കുക. അതോടൊപ്പം തന്നെ ഇതുപോലെയുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ നിന്ന് അവനെ മാറ്റുക. അപ്പോൾ തീർത്തും മാറ്റാൻ പറഞ്ഞു. കാരണം ഒരു നമ്മൾ പറയുന്ന ഒരു സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയുന്ന രീതിയിൽ തന്നെ ആ കുഞ്ഞിനുണ്ടായിരുന്നു. അവൻ കാണുന്ന മൊത്തം വയലൻസ് ആയിട്ടുള്ള വീഡിയോകളാണ്. അപ്പം ഇതാണ് കുഞ്ഞ് കാണുന്നത്. ഈ കണ്ടു കഴിഞ്ഞാൽ കുഞ്ഞിനിതിൻ്റെ ശരിയേതാ തെറ്റേതാ, ഇതിൻ്റെ ധാർമ്മിക വശം ഏതാന്നൊന്നും അറിയില്ല. അപ്പം കാണുന്ന കാര്യം അവൻ പഠിക്കുന്നു, പഠിക്കുന്ന കാര്യം അവൻ ചെയ്യുന്നു. ഇത് പറഞ്ഞപ്പോഴാണ്, അതായത് നമ്മൾ കുട്ടികളിൽ കാണുന്ന പെരുമാറ്റ വൈകല്യങ്ങൾ, അതായത് അമ്മയുടെ അല്ലെങ്കിൽ കുട്ടി ഗർഭാവസ്ഥയിലായിരിക്കുന്ന സമയം മുതലേ അമ്മയിൽ വരുന്ന അല്ലെങ്കിൽ അമ്മ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങളും ഇതിനെ ബാധിക്കുന്നുണ്ടോ? ഇപ്പം നമ്മൾ സാധാരണ കുഞ്ഞുങ്ങളുടെ പെരുമാറ്റ വൈകല്യങ്ങൾ എടുക്കുമ്പോൾ അവിടെ തന്നെ വൈകാരിക പ്രശ്നങ്ങളും, ഇപ്പം കുഞ്ഞിലുണ്ടാകുന്ന അമിതമായിട്ടുള്ള പേടി, അല്ലെ മറ്റുള്ളവരുടെ അടുത്തേക്ക് പോകാനായിട്ട് സാധിക്കാത്തൊരവസ്ഥ, അല്ലെ അറ്റാച്ച്മെൻറ്റിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അല്ലെ കുഞ്ഞ് ചിലപ്പം സംസാരിക്കാനായിട്ട് താമസിക്കുക, അല്ലെങ്കിൽ ഒരാളുടെ 2-3 പേരുടെ മുൻപിൽ കുഞ്ഞിന് വന്ന് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, ബെഡ് വെറ്റിങ്, അതായത് ഉറക്കത്തിലൊക്കെ ഇടുന്ന മൂത്രമൊഴിക്കുന്ന ഒരു അവസ്ഥകൾ, സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ 2-3 ആൾക്കാർ കാണുമ്പോഴത്തേക്കും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ അവിടെ നിന്ന് ഓടിപ്പോകുന്ന അവസ്ഥകളൊക്കെ വരുമ്പോൾ അതൊക്കെ ഒരു വൈകാരിക അവസ്ഥ കൂടിയാണ്. പലപ്പോഴും കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ ഈ പെരുമാറ്റത്തിൽ ഉണ്ടാകുന്ന കുസൃതികൾ, പിരിപിരിപ്പ്, മറ്റുള്ളവരെ ഉപദ്രവിക്കുക, ഡിസ്ട്രപ്റ്റീവ് ബിഹേവിയേഴ്സൊക്കെ പല വൈകാരിക അവസ്ഥകളും ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിക്കുമ്പോഴത്തേക്കും നമുക്ക് കാണാനായിട്ട് സാധിച്ചിരിക്കുന്നത് ഈ കുഞ്ഞുങ്ങളുടെ, അതായത് അമ്മയുടെ ഗർഭകാല അവസ്ഥയിൽ അമ്മയ്ക്കുണ്ടായിരിക്കുന്ന വൈകാരിക പ്രശ്നങ്ങൾ കുഞ്ഞിൻ്റെ ബിഹേവിയറിനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും അത് അസോസിയേറ്റ് ചെയ്യുന്നില്ല എന്നും പറയാൻ പറ്റില്ല, എന്നാൽ പൂർണ്ണമായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നും പറയാൻ സാധിക്കില്ല. എങ്കിലും ഇപ്പോൾ എൻ്റെ ഒരു ക്ലിനിക്കൽ എക്സ്പീരിയൻസിൽ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ശാന്തമായ, കുറച്ചുകൂടി ഒരു സന്തോഷകരമായിട്ടുള്ള, ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഗർഭസ്ഥ അവസ്ഥ ഒരു അമ്മയ്ക്കുണ്ട് എങ്കിൽ ആ കുഞ്ഞിലും ജനിച്ചു വളർന്ന കാലഘട്ടങ്ങളിലൊക്കെ കുറച്ചുകൂടി കുഞ്ഞ് ഒരു വാംത്ത് ആയിട്ടുള്ളത്, അല്ലെങ്കിൽ നമുക്ക് ആ കുഞ്ഞുമായിട്ട് ഇടപെടാനായിട്ട് സാധിക്കും എന്നതുപോലെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ സിസ്റ്ററുടെ, അതായത് കുഞ്ഞുങ്ങൾ, നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങളുടെ അനുഭവങ്ങളെ നമുക്കറിയുള്ളൂ. ഇപ്പം അവിടെ അന്യനാടുകളിൽ അല്ലെങ്കിൽ വിദേശ നാടുകളിലൊക്കെ കുട്ടികൾ എങ്ങനെയായി കുറുമ്പും അക്രമവാസനകളും ഇതൊക്കെ കൂടുതലാണോ അതോ? തീർച്ചയായിട്ടും ഞാൻ ഇത്രയും അവിടെ കണ്ടിട്ടില്ല. നമ്മുടെ ഇപ്പോഴത്തെ കുട്ടികളെ ഇവിടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ അവരുടെ വാശിയും അല്ലെങ്കിൽ ശ്രദ്ധക്കുറവുകൾ അതൊന്നും ഞാൻ അത്ര അവിടെ കണ്ടില്ല. ഇപ്പം പുസ്തകങ്ങളൊക്കെ, ഒരു പുസ്തകം നമ്മൾ കൊടുത്താൽ അവരത് വളരെയധികം ശ്രദ്ധിക്കും. പക്ഷെ നമ്മുടെ നാട്ടിലെന്ന് വെച്ചാൽ അവർക്ക് ഇഷ്ടംപോലെ പുസ്തകങ്ങൾ കിട്ടാനുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോൾ സാധനങ്ങളുടെ ഉപയോഗവും അവരുടെ ശ്രദ്ധക്കുറവും ഒക്കെ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് കൂടുതൽ കണ്ടിട്ടുണ്ട്. അല്ല, പരസ്പരം ഈ കുറുമ്പ് കാണിക്കുന്നു, തല്ലുപിടിക്കുന്ന, കുറുമ്പ് കാണിക്കുന്നത് ഇപ്പം സിസ്റ്റർ പറഞ്ഞതുപോലെ അവർ കുറുമ്പ് കാണിക്കും, അതൊന്നും ശ്രദ്ധിക്കാൻ അവിടെ പേരൻസ് ഇല്ല. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അവർ മാറിപ്പോകുന്നു, അല്ലെങ്കിൽ മീൻസ് അതൊക്കെ പിന്നെ അവരുടെ ആറ്റിറ്റ്യൂഡ് ഈസ് ഡിഫറെൻറ്റ്. നമ്മുടെ നാട്ടിലെ കുട്ടികൾ ഇപ്പം ഇവൻ നമ്മുടെ നാട്ടിലായാലും ഇപ്പോൾ കുടുംബത്തിലൊക്കെ നമ്മളിങ്ങനെ പറയുമല്ലോ, പല പ്രശ്നങ്ങളൊക്കെ പറയും. അതൊക്കെ കുട്ടികളുടെ മനസ്സിൽ അത് അധികം കയറുന്നുണ്ടെന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒരുപക്ഷെ സഭയിലുണ്ടാകുന്നതായിരിക്കാം, ജോലി സ്ഥലത്തുണ്ടാകുന്നതായിരിക്കാം. ഇപ്പം ഈ കുട്ടികളൊക്കെ അത് കേൾക്കുമ്പോൾ ആ ഒരു നെഗറ്റീവ് വൈബ് എന്നൊക്കെ പറയില്ല, അതാ അവരുടെ മനസ്സിൽ വരുന്നത്.
അവിടെ എന്ന് പറയുമ്പോൾ അങ്ങനെ ഇങ്ങനെ ഒരുമിച്ചിരുന്ന് അങ്ങനെ അധികം ഒന്നും ഇവർ സംസാരിക്കാത്തത് കൊണ്ട് എല്ലാവരും അങ്ങനെ അവരുടെ കാഴ്ചപ്പാട് ഈസ് ഡിഫറെൻറ്റ്. അവരുടെ ആറ്റിറ്റ്യൂഡും പെർസെപ്ഷൻസും ഒക്കെ അവരങ്ങനെ പ്രശ്നങ്ങളില്ല എന്ന് പറയുന്നില്ല, പക്ഷെ ഇവരൊന്നും അധികം ബാധിക്കുന്നില്ല. അതല്ല അല്ല ചെറിയ കാലം കൊടുത്ത ദുശീലങ്ങൾ എങ്ങനെയാ അതിപ്പോ? ദുശീലങ്ങള് അങ്ങനെ ഇവിടുത്തെ അത്ര പോലെ ഞാനിപ്പോൾ അവിടെ കാണുന്നില്ല. പിന്നെ അവരുടേതായ ദുശീലങ്ങൾ അവർക്കുണ്ട്. ഇപ്പം എന്താ പറയാ, ഈ കാട്ടിൽ നിന്നും തന്നെ കിട്ടുന്ന അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന മറ്റുള്ള സാധനങ്ങൾ കഴിക്കാനൊക്കെയുള്ള അങ്ങനെ ആവശ്യമില്ലാത്തതൊക്കെ ചെറുപ്പം കാലഘട്ടം തുടങ്ങി അതുണ്ടോ? എല്ലാവർക്കും ഇല്ല, എന്ന് കുറച്ച് പേർക്കൊക്കെ ഉണ്ട്. പിന്നെ എനിക്കൊരു ഇത് തോന്നിയത് ഇങ്ങനെ നല്ല മാതൃക കാണിച്ചു കൊടുക്കാനായിട്ട് ചിലപ്പോൾ സ്കൂളുകളിലൊക്കെ ക്ലാസ്സിലൊന്നും നമുക്ക് ചിലപ്പോൾ കണ്ടുവെന്ന് വരില്ല അവൻ ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ കുട്ടികൾക്കും അതൊരു അഭാവമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ കുട്ടികളും ഒരുപോലെ ഇങ്ങനെ പോകുന്നു. അപ്പൊ കുറച്ചും കൂടി അത് അവർക്കൊന്ന് നന്നാകാനായിട്ടുള്ള സാഹചര്യങ്ങൾ അവർക്ക് കുറവാണ്. നമുക്കിവിടെ ഈ വിദ്യാഭ്യാസത്തിന്റെ ഒരു ഇഫക്റ്റ് എന്ന് പറയുന്നത് കുറച്ചുകൂടി പോളിഷ്ഡ് ആകാനായിട്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി ടെക്നോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക്, അതായത് ഒരു ഡെവലപ്മെന്റ് പലതരത്തിലുള്ള നമ്മുടെ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റി ഉപയോഗിച്ചുകൊണ്ട് ഡെവലപ്പ് ചെയ്യാനുള്ള സാധ്യതകൾ നമുക്കിന്ന് ഏറെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികളെ അവർക്ക് വേണ്ട രീതിയിലൊരു ശ്രദ്ധയും പരിചരണവും എല്ലാം കൊടുത്തെങ്കിൽ മാത്രമേ അവർക്കും ആ ഒരു ഇന്നൊവേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്തു പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം ഈ ഇന്നൊവേറ്റീവായിട്ടുള്ള അവരുടെ ഡെവലപ്മെൻറ്റിനെ സാരമായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് ഈ പറയുന്ന ഇമോഷണൽ ബിഹേവിയറൽ പ്രോബ്ലംസ്. കാരണം ഈ ബിഹേവിയറൽ ഇമോഷണൽ പ്രോബ്ലംസിൽ തന്നെ ഞങ്ങൾ ഒരു ഡയഗ്നോസ്റ്റിക് ക്രൈറ്റീരിയയിലേക്കൊക്കെ വരുമ്പോൾ അത് എക്സ്റ്റേണലൈസ്ഡ് ബിഹേവിയർ പ്രോബ്ലംസ് ആണ് ഇന്റേണലൈസ്ഡ് ബിഹേവിയർ പ്രോബ്ലംസ് എന്ന് പറയും. അപ്പോൾ എക്സ്റ്റേണലൈസ്ഡ് ബിഹേവിയർ പ്രോബ്ലംസ് എന്ന് പറയുമ്പോഴത്തേക്കും പിരിവിരിപ്പ് നമുക്ക് കണ്ടാൽ മനസ്സിലാകുന്നത്. പിരിവിരിപ്പ്, വാശി, സാധനങ്ങൾ പൊട്ടിച്ചു കളയുക, സാധനങ്ങൾ എടുത്ത് എറിയുക, മറ്റുള്ളവരുമായിട്ടൊരു ഒരു കോപ്പറേറ്റീവ് വേയിൽ പോകാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെയാണ്. അതായത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു ഡിസ്ട്രപ്റ്റീവായിട്ടുള്ള ഡിസ്റ്റോർട്ടഡ് ആയിട്ടുള്ള ഒരു ബിഹേവിയർ പാറ്റേൺ ഉണ്ട്. ഓക്കെ, അത് ഒരു വശത്ത്. പിന്നെയുള്ളത് ഇന്റേണലൈസ്ഡ് എന്ന് പറയും. ഇന്റേണലൈസ്ഡ് എന്ന് പറയുമ്പോഴാണ് അവർ ആങ്സൈറ്റി, പ്രത്യേകിച്ച് സെപ്പറേഷൻ ആങ്സൈറ്റി പോലെയുള്ള കാര്യങ്ങൾ, അതായത് തീരെ കുട്ടികളിൽ പോലും അങ്ങനത്തെ കാര്യങ്ങൾ കാണുന്നുണ്ട്. ഒരു പ്രാവശ്യം നമ്മുടെ അടുക്കൽ കൊണ്ടുവന്നൊരു കുട്ടി ചെറുതായിട്ട് അംഗനവാടിയിൽ വിട്ടു തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഈ അംഗനവാടിയിലാണ് വിടുന്നതെങ്കിൽ അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് കുഞ്ഞ് നോക്കും, കൊച്ചിന് പരിചയമല്ലാത്ത മുഖങ്ങൾ കണ്ടു കഴിയുമ്പോൾ കരയാൻ തുടങ്ങും. ഈ കരച്ചിലെന്ന് പറയണത് ചെറിയ എന്ന് വെച്ചാൽ നമ്മൾ പറയണ ഒന്ന് ആശ്വസിപ്പിച്ചാൽ നിർത്താവുന്നതല്ല. കുഞ്ഞ് കരഞ്ഞ് 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 ശ്വാസം കിട്ടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വരുന്നു, വാശി പിടിക്കുന്നു. അപ്പോൾ നമുക്കറിയാം ആ ഒരു സിറ്റുവേഷനിൽ കുഞ്ഞിനെ കുറേ സമയം നിർത്തിക്കഴിഞ്ഞാൽ കൊച്ചിൻ്റെ ജീവന് തന്നെ അപകടമുണ്ടാവും. അപ്പം നമ്മൾ പിന്നീട് അതിനെ ആ ഒരു ബിഹേവിയർ ഒബ്സർവേഷൻ കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇതൊരു സെപ്പറേഷൻ ആങ്സൈറ്റിയാണ്. അതായത് കുഞ്ഞിൻ്റെ ആൾക്കാർ അവിടെ ഇല്ലാത്ത സമയത്ത് കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ഓക്കെ എനിക്ക് ആരും ഇല്ല എന്നൊരു തോന്നൽ വരുന്നുണ്ട്. അപ്പം ഇത് കുഞ്ഞിൻ്റെ പഠനത്തെ അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഡെവലപ്മെൻറ്റിനെ ബാധിക്കുന്നുണ്ട്.